ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വലിയ അടിപൊളിയൊന്നുമല്ല, നമ്മുടെ നയനയെയും ആദർശിനെയും ഒക്കെ ചതിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവന്തിക ആദർശിൻ്റെ ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. ആദർശിന് ആ തോൽവി സംഭവിച്ചു കഴിയുമ്പോൾ മുത്തശ്ശൻ ആദർശിനെ ഒഴിവാക്കുകയും അവന്തികയ്ക്ക് അവിടെ സ്ഥാനം കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ സകല കാര്യങ്ങളും അവന്തിക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചതിയും വഞ്ചനയും മാത്രം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട് അതനുസരിച്ച് നയനയും ഒക്കെ കുറേ ഡിസൈനുകളൊക്കെ ചെയ്യുന്നത്. ആ ഡിസൈനുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സമയമാകുമ്പം തന്നെ അവന്തിക ആ ഡിസൈനുകളെല്ലാം ജ്വല്ലറിയിലേക്ക് മറിക്കുകയാണ്. അതിൻ്റെ പേരിൽ നയനയും കുറ്റം കേൾക്കുകയാണ് കേട്ടോ. അപ്പം നയനയും ചെയ്യാത്ത കുറ്റത്തിന് അവിടെ കരയുകയാണ് ചെയ്യുന്നത്. അതേസമയം അവന്തികയും അച്ഛനും കൂടി അത് ജ്വല്ലറിയിലേക്ക് മാറ്റാണ്. അങ്ങനെ ഒരു ചതി പുറത്തു വരികയും ആ ചതി അവന്തികയാണ് ചെയ്തതെന്ന് ആദർശിനും നയനിക്കും മനസ്സിലാകുകയൊക്കെ ചെയ്യുന്നുണ്ടേ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് ആ ഒരു ഡീലിൽ പരാജയപ്പെടുകയാണ്. ആ ഡീലിൻ്റെ സമയത്ത് ആദർശിന് അവിടെ എത്താൻ പറ്റാതെ വരികയാണ്. ഉറങ്ങിപ്പോകുന്ന ആദർശ് എത്താതെ വരുമ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ആദർശിനെ കുറിച്ചിട്ട്. അപ്പോൾ ജ്വല്ലറിക്കാർ അവിടെ ഡീലിന് എത്തിയിട്ടുമുണ്ട്. അതേസമയം ഈ ആദർശ് എത്താത്തത് കൊണ്ട് തന്നെ പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നുള്ള ആൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ഒരു ഡീലിന് ഞങ്ങൾക്ക് നല്ല താല്പര്യമായിരുന്നു. കാരണം അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല സംഭവങ്ങളാണ്, നല്ല ഡിസൈനുകൾ, ലോകോത്തര നിലവാരമുള്ള ഡിസൈനുകളാണ് മൂർത്തീസ് ജ്വല്ലറിയിലുള്ളത്. അതുപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലും പരിശുദ്ധിയുടെ കാര്യത്തിലും ഒക്കെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ എല്ലാം കൊണ്ട് ഒന്നിനൊന്ന് മെച്ചം മൂർത്തീസ് ജ്വല്ലറിയെ. പക്ഷേ അവരിതുവരെ ഇവിടെ എത്താത്ത സ്ഥിതിക്ക് ഈ ഡീൽ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ അടുത്ത ആൾക്കാരെ വിളിക്കുകയാണ്. അത് നമ്മുടെ ജ്വല്ലറിക്കാരാണ്. അപ്പോൾ ജ്വല്ലറിക്കാരെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുവരെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ആദർശ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഒഴിവ് കാണിക്കുന്നിടത്ത് അവർക്ക് തന്നെ ഡീല് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അത്തേക്കും തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ വേണ്ടാന്നുള്ള കാര്യം. കാരണം മൂർത്തീസ് ജ്വല്ലറി ഇപ്പോൾ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കൻ കമ്പനി തന്നെ മനസ്സിലാക്കി എടുക്കുകയാണ്. അങ്ങനെ ആ ഡീല് ജ്വല്ലറിയുമായിട്ട് ഉറപ്പിക്കുകയാണ്. മൂർത്തീസ് ജ്വല്ലറികൾക്ക് കോടികളുടെ നഷ്ടവും ആണക്കേടും ഒക്കെ ഉണ്ടാവുക കേട്ടോ. ഇത് അതിനുശേഷം ആദർശ് പതുക്കെ എണീറ്റൊക്കെ വരുമ്പോഴേക്കും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു പോവാണ്. അപ്പോൾ ജ്വല്ലറിക്കാർ ഈ ഡീൽ ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. ആദർശിന് ആകെ വിഷമാവാണ്. ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ എല്ലാം പ്രിപ്പയർ ആയിട്ട് വന്നതാണല്ലോ, സമയത്ത് എല്ലാം വേണ്ടി ഇരുന്നതുമാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് ആ ജ്യൂസ് കുടിച്ച് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അതിനുശേഷം രാവിലെ എന്തുകൊണ്ട് ഞാനിങ്ങനെ ഉറങ്ങിപ്പോയി? നയനയാണെങ്കിലും എന്നെ വിളിക്കാറുള്ള, ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. എന്താ ഇത് സംഭവിച്ചത്? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മുത്തച്ഛനോട് എങ്ങനെയാണ് പറയാന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ ആദർശ വീട്ടിലേക്ക് മുത്തശ്ശനെ വിളിക്കുകയാണ്. മുത്തശ്ശനെ വിളിച്ചിട്ട് ആദർശ് വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്, മുത്തശ്ശ, ആ ഡീല് നമുക്ക് നഷ്ടമായി, അത് ജ്വല്ലറിക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ഈ വിവരം നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ആദർശിനോട് പറയാണ്, ആദർശേ, നിനക്ക് എന്താ സംഭവിച്ചത്? നീ ഈ ഇടയായി ചെയ്തു കൂട്ടുന്നതിലൊക്കെ ഒരു പിഴവുണ്ടല്ലോ. നിനക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അത് പറ, എന്താ നിനക്ക് സംഭവിച്ചതെന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ, എനിക്കറിയില്ല, ഞാൻ നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയതാണ്, പക്ഷേ എനിക്ക് സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല എന്ന് പറയാം. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതുകൊണ്ട് നമുക്ക് എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായെന്ന് നിനക്കറിയോ? നഷ്ടത്തെക്കാളേറെ നാണക്കേട് ആ ജ്വല്ലറിക്കാരാണ് വിജയിച്ചത്. അവരാണ് ആ ഡീൽ ഉറപ്പിച്ചത്. ഇനി നമ്മൾ എങ്ങനെ തലയുയർത്തി നടക്കും? ഇപ്പോൾ തന്നെ മാർക്കറ്റ് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡീൽ ഓക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതും പാടില്ല. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആദർശനോട് പറയാം. എന്നിട്ട് പറയാം, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാ, ഇനിയിപ്പോൾ നീ അവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാം, മുത്തശ്ശനും എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാണ്, കുറ്റപ്പെടുത്താതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിൻ്റെ സംസാരം ഒന്നും കേൾക്കണ്ട, ബിസിനസ് എപ്പോഴും ബിസിനസ് ആയിരിക്കണം എന്ന് മുത്തശ്ശൻ പറയാണ്. അങ്ങനെ ആദർശ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞ് മുത്തശ്ശനെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. നയനിയും ദേവയാനിയും ഒക്കെ ഈ വിവരം അറിഞ്ഞല്ലോ. അപ്പോൾ നയനിക്കും ദേവയാനിക്കും ഒക്കെ വിഷമമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനിയോട് നയന പറയുന്നുണ്ട്, അമ്മ എന്തു പറ്റിയെന്നറിയില്ല, ആദർശേട്ടൻ എന്തോ കഷ്ടകാല സമയമാണ്. രാവിലെ ആണെങ്കിൽ ആദർശേട്ടൻ അവിടെ എത്താൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഒരു കണക്കിന് കഷ്ടമുണ്ട് ആദർശേട്ടൻ്റെ കാര്യം എന്ന് പറയാം. അപ്പോൾ ദേവയാനിയും പറയാം, അതെ, ആദർശന് അങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ലല്ലോ, എല്ലാ കാര്യങ്ങളും നല്ല ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന അവൻ അന്ന് എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തോ കളികൾ നടക്കുന്നുണ്ടെന്ന് പറയാണ്.
അപ്പോൾ അത് കേട്ടോണ്ട് ജലജ അവിടെ നിൽപ്പുണ്ട്. ജലജ പറയും, ഇതിൻ്റെ ഇടയ്ക്ക് ആര് കളിക്കാനാ? ആദർശ് അവിടെ ചെന്ന് കിടന്ന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് അവൻ എണീക്കാൻ പറ്റിയില്ല. വീട്ടിലാണെന്ന് അവൻ ഓർത്തത്. അതുകൊണ്ട് അവൻ പോയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആര് കളിച്ചെന്നാ? ആദർശിനെ ആരെങ്കിലും കിടത്തി ഉറക്കിയതാണോ? അതോ വിളിക്കാതിരുന്നാണോ? അവന് വേണ്ടി കുറച്ചൊക്കെ ഉത്തരവാദിത്തം. കമ്പനിയുടെ എം ഡി ആന്ന് പറഞ്ഞ് അവൻ നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു തരി പോലും ഉത്തരവാദിത്തം കാണിക്കാതെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഇപ്പം അബിയായിരുന്നെങ്കിൽ എന്തുമാത്രം പുകിലുണ്ടായേനെ ഇവിടെ. എത്ര കോടി രൂപയുടെ നഷ്ടം ആ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചത് പുന്നാരമോൻ എന്നൊക്കെ ചോദിക്കുക ദേവയാനിയോട്. ദേവയാനി പറയുന്നുണ്ട്, ജലജെ നീ ഇതൊരവസരമാക്കി മുതലെടുത്ത് ഞങ്ങളുടെ തലയിലേക്ക് കയറാൻ വരണ്ട. അവനൊരു അബദ്ധം പറ്റി, അത് സത്യമാണ്. അതിന് പുറത്ത് എന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ ആദർശന് അങ്ങനെ ഒരു അബദ്ധം പറ്റത്തില്ല. പക്ഷേ നീ അത് മുതലാക്കി വരാൻ പോകണ്ടെന്ന് പറയാണ്. അപ്പം ജലജയൊന്ന് പൊടിക്ക് അടങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പം നവ്യയോട് ചെന്ന് പറയുമെന്ന് ഓർത്തിട്ട് കുറച്ചൊന്നും അടങ്ങുന്നുണ്ട്. അതേസമയം ജലജയെ അബിയും കൂടെ നല്ലതായിട്ട് സംസാരിച്ച് ഒപ്പിക്കുന്നുണ്ട്. അബി പറയാ, എന്തായാലും ഇതിൻ്റെ പുറകിൽ ജൂവലറിക്കാർ തന്നെയായിരിക്കും. പക്ഷേ എന്നാലും എങ്ങനെ അവൻ ചെല്ലാതിരുന്നെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അവൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നതാണല്ലോ. സമയത്ത് അത്രയ്ക്ക് ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്ത ആദർശന് ഇപ്പം എന്താ പറ്റിയെന്ന് പറയാം. അപ്പം ജലജ പറയാം, എടാ അവനെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതും ആ ജൂവലറിക്കാരായിരിക്കും. അവരെന്തോ മർമ്മരുന്ന് ഇവന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം പോകുന്നിടത്തല്ലേ ഇവൻ പരാജയപ്പെടുന്നത്. സർവനാശത്തിലേക്ക് ആദർശും മൂർത്തീസ് ജ്വല്ലറിയൊക്കെ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ അബി പറയാം, എൻ്റെ പൊന്നമ്മേ കൂടോത്രം ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവനെന്തോ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. സന്തോഷിക്കാൻ പറയാണ്. അങ്ങനെ ജലജയും അബിയും ഒക്കെ സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യയുണ്ട്. നവ്യ വന്നിട്ട് ഭയങ്കര സന്തോഷം. നവ്യ പറയാണ്, കണ്ടില്ലേ ആ ഡീല് പോയത് കണ്ടില്ലേ? എനിക്ക് സന്തോഷമായി. ഞാനാണ് അവരുടെ മോഡൽ. ജൂവലറിക്ക് ആ ഡീല് കിട്ടിയാലേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പം എനിക്ക് കിട്ടുന്ന റെമ്യൂണറേഷനും കുറച്ച് കൂടും. കാരണം അതുപോലൊരു പ്രസ്റ്റീജിയസ് ഒരു കമ്പനിയുടെ ഡീലല്ലേ ഒത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മാർക്കറ്റിലൊക്കെ ജൂവലറിയുടെ വാല്യൂ കൂടും. അതനുസരിച്ച് എനിക്ക് കിട്ടുന്ന പണവും കൂടും എന്ന് പറയാണ്. ഏതായാലും ആദർശന് ഇങ്ങനെ സംഭവിച്ചതിൽ ഒന്നും പറയാനില്ല. അയാളെ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ നവ്യ. അതേസമയം ആദർശ് ആകപ്പാടെ വിഷമിച്ച് മുത്തശ്ശൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പം മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ എന്താ എനിക്ക് സംഭവിച്ചതെന്ന് അറിയില്ല, എല്ലാവരും നിൽപ്പുണ്ടേ. അപ്പോൾ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ ആദർശ് പറയുക, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഇങ്ങനെ സംഭവിക്കേണ്ടതല്ല. കാരണം ഞാൻ എല്ലാം പ്രിപ്പയറായിട്ട് എല്ലാത്തിനും വേണ്ടി കറക്റ്റായിട്ട് ചെന്നതാണ്. പക്ഷേ എനിക്കന്ന് രാവിലെ ആ സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല മുത്തശ്ശ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയത്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, നീ ഒന്നും പറയേണ്ട ആദർശേ, നിൻ്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ പറയണം, മുത്തശ്ശ അതെന്താ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശ എന്ന് പറയുമ്പോൾ ഒറ്റ അടി കൊടുക്കുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേ നീ ഇപ്പം ചെയ്തത് ഒരു വലിയ പിഴ തന്നെയാണ്. നമ്മുടെ ജ്വല്ലറിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറിയുടെ പേരും എല്ലാം പോയി. ഇനി ആ ജ്വല്ലറിക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. ആ ഡീൽ അവർക്കാണ് കിട്ടിയത്. നിൻ്റെ ഒറ്റ പ്രാവശ്യത്തെ ആ ഒരു ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് പറയാണ്. അപ്പോൾ ആദർശനൊന്നും പറയാനില്ല. അപ്പോൾ ആദർശ് പറയാം, ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ്. അതെങ്ങനെ ഇറങ്ങിയെന്നറിയില്ല. അവിടെ ചെല്ലുന്നവരെ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞാൻ രാവിലെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അതാ പറഞ്ഞത് ആദർശേ, നിനക്കിപ്പോൾ കുറേ ആയിട്ട് കമ്പനി കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജ്വല്ലറിക്ക് ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ശത്രു നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് വെച്ച് അവരെ നേരിടാനുള്ള ധൈര്യം നിനക്കില്ല. നീ അങ്ങ് പതറിപ്പോയല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ പതറിയിട്ടൊന്നുമില്ല മുത്തശ്ശ. അവരുടെ മുമ്പിൽ എങ്ങനെയും ജയിക്കും. എങ്ങനെ ജയിക്കുമെന്നാണ് നീ പറയുന്നത്? നിന്നോട് എനിക്ക് ഒന്നും ഇനി സംസാരിക്കാനായിട്ടില്ല ആദർശേ. ദുബായിലെ കാര്യത്തിലും നിനക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നും ചതിയിൽപ്പെടാൻ പോയി. ഞാൻ ആ കൃത്യസമയത്ത് പ്രവർത്തിച്ചത് കാരണം നീ തിരിച്ച് നാട്ടിലെത്തി. ഇല്ലെങ്കിൽ ഇപ്പോൾ ദുബായ് ജയിലിൽ കിടന്നേനെ. അതുപോലെ ഇപ്പോഴും താളപ്പിഴകൾ മാത്രം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ ആദർശേ, വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാനെന്ന്. എന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചിട്ട് എന്ത് മോശമായി പോയി. ഇനി അവിടെ പോയി നമ്മളെല്ലാം പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡീല് അവർക്ക് താല്പര്യമില്ലാതെ ഒഴിവാക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് എന്തുമാത്രം മോശമാ. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആള് സമയത്ത് മീറ്റിന് എത്താതെ ഇരിക്കുക, അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മോശമാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് ദേഷ്യപ്പെടുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്രാവശ്യത്തേക്ക് മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല ആദർശേ. ഇതിനു മുമ്പും നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടത്തിയവരെ, ആ ഉത്തരവാദിത്തമില്ലാത്ത കാണിച്ചവരെയെല്ലാം ഞാൻ പുറത്താക്കിയ ചരിത്രമേ ഉള്ളൂ. അത് നിന്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ ആദർശ് MD സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണേ. അപ്പോൾ ഉടനെ മുത്തശ്ശി ചോദിക്കുക, എന്താ അങ്ങനെ ഇങ്ങനത്തെ തീരുമാനമൊക്കെ എടുക്കുന്നത്? ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ചോദിക്കുക.
അപ്പോൾ മുത്തശ്ശൻ പറയാണ്, തീർച്ചയായിട്ടും ആദർശിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കാൻ പാടില്ലല്ലോ. ആദർശ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവനെ MD സ്ഥാനത്തേക്ക് കയറ്റി വിട്ടു. ജയനും അജയനും പോലും കൊടുക്കാത്ത പരിഗണന ആദർശിന് കൊടുത്തു. പക്ഷേ ഇപ്പോൾ അവന് യോഗ്യതയില്ല. അവൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അവൻ്റെ മനസ്സ് ശരിയല്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് MD സ്ഥാനത്ത് ഇനി ആദർശ് ഇരിക്കേണ്ടെന്ന് പറയാം. അപ്പം ജയനും അജയനും ചോദിക്കുന്നുണ്ട്, അച്ഛാ പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ആദർശ് അല്ലെങ്കിൽ പിന്നെ മറ്റാരാ ഇനി MD സ്ഥാനത്ത് ഇരിക്കുക? അച്ഛൻ തന്നെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുമെന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, തൽക്കാലം ഞാൻ കാര്യങ്ങൾ നോക്കി നടത്താം, പക്ഷേ മറ്റൊരാളെ കൂടി അവിടെ ഇരുത്തണം. അപ്പം ഉടനെ ജയനും അജയനും പറയുന്നുണ്ട്, പിന്നെ ആരാ അവിടെ? ഞങ്ങൾക്ക് രണ്ടിനും അതിനുള്ള കഴിവൊന്നുമില്ല, അതിനുള്ള പ്രാപ്തിയുമില്ല. ഇതിനു മുമ്പ് അത്രയും വലിയ പൊസിഷനിലൊന്നും ഇരിക്കാത്തത് കൊണ്ട് തന്നെ അതിലേക്കൊന്നും എത്തിപ്പെടാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുമില്ല എന്ന് പറയാം. അപ്പോൾ അനി പറയാം, അയ്യോ എനിക്കത് പറ്റില്ല. ഞാനൊരു MD സ്ഥാനത്ത് ആദർശേട്ടൻ്റെ പൊസിഷനിൽ ഇരിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല. ഇപ്പം തന്നെ ഞാൻ 3 ബ്രാഞ്ചിൻ്റെ ചുമതല നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കാം, അതനുസരിച്ച് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അബി അവിടെ നിൽപ്പുണ്ട്. അബിയും ജലജയും കൂടെ പറയാം, എടാ നിന്നെ ആയിരിക്കും MD ആയിട്ട് തീരുമാനിക്കുന്നത്, നിൻ്റെ സമയം തെളിഞ്ഞെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജലജ അവിടെ നിന്നുകൊണ്ട് പറയാം, അച്ഛാ അബിയല്ലേ ഉള്ളത്, ഇവർക്കാർക്കും ഏറ്റെടുക്കാം, അല്ലെങ്കിലും ഈ റിസ്ക് ഏറ്റെടുക്കാൻ അബി തയ്യാറാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയാം, ജലജെ അടങ്ങി നിന്നോണം, നിന്റെ നാവ് വായിലിട്ടോണം. ഈ പെരുങ്കളനെ പിടിച്ച് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആക്കാനോ? എന്താ നീ പറയുന്നത്? ജ്വല്ലറികളുടെ പരിസരത്ത് പോലും ഇവനെത്താൻ പാടില്ല. മറ്റൊരാളെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അവന്തികയ്ക്കൊരു ഒരു ചാൻസ് ഒക്കെ ഉള്ളതായിട്ട് അവന്തികയ്ക്ക് തന്നെ തോന്നുവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണം, അവന്തിക മോൾ ഇരിക്കട്ടെ, ആദർശിരുന്ന പൊസിഷനിൽ തൽക്കാലം അവന്തികയെ ഞാൻ ഇരുത്തുകയാണെന്ന് പറയാണ്. അപ്പോൾ അവന്തികയ്ക്ക് അങ്ങ് സന്തോഷമാവുക. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുവാണേ. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, അവന്തികയോ? അതെ അവന്തിക. അവക്കെന്താ കുഴപ്പം? ആവശ്യത്തിന് വിദ്യാഭ്യാസം ഇല്ലേ? വിദേശത്ത് പോയി മാനേജ്മെൻറ്റ് പഠിച്ചവളല്ലേ? അതുപോലെ തന്നെ കാര്യങ്ങളിലൊക്കെ ആ കുട്ടിക്ക് നല്ല പ്രാപ്തിയുണ്ട്, അടക്കവും ഒതുക്കവും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പോൾ ട്രെയിനി ആയിട്ടാണ് അവൾ നിൽക്കുന്നതെങ്കിലും പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആദർശിരുന്ന പൊസിഷനിൽ അവന്തിക തന്നെ ഇരിക്കും എന്ന് പറയാണ്. അവന്തികയ്ക്ക് അങ്ങ് സന്തോഷമാകും. അപ്പോൾ ജലജയ്ക്കും അബിക്ക് സന്തോഷമാണേ. ഉടനെ ജലജ അബിയോട് പറയാം, എടാ കണ്ടോടാ, കണ്ടു പഠിക്കടാ, അവൾ കണ്ടോ MD സ്ഥാനത്ത് കയറിയിരുന്നു, നിന്നെ കൊണ്ട് സാധിച്ചോ? ഏതായാലും എൻ്റെ മോള് അവൾ അത് സാധിച്ചെടുത്തു എന്ന് ജലജയും പറയാണ്. അങ്ങനെ അവന്തിക മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനത്തേക്ക് ഇരിക്കുകയാണ്, പോവുകയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും അവന്തികയ്ക്ക്. അവന്തിക നേരെ പോയി അച്ഛൻ നാഗേന്ദ്രയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. അച്ഛാ നമ്മുടെ പണിയേറ്റു, ആ ഡീല് കിട്ടിയത് കൂടാതെ ദേ മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിൽ നിന്ന് ആദർശിനെ പുറത്താക്കി എന്നെ അവിടെ ഇരുത്തിയെന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നാഗേന്ദ്ര ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുക. എന്നിട്ട് പറയുക, കണ്ടോ മോളെ, നമ്മുടെ സമയം തെളിഞ്ഞു. എപ്പോഴും എല്ലാവർക്കും ഒരുപോലൊന്നും ആയിരിക്കില്ല. നമുക്ക് ആ ഡീല് വഴി കോടിക്കണക്കിന് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ മൂർത്തീസ് ജ്വല്ലറി കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി അസ്ഥിദ്വാരം കൂടി തോണ്ടാൻ വേണ്ടിയിട്ട് മോൾ അവിടെ MD സ്ഥാനത്തും. മാത്രമല്ല ആദർശിനെ അടിച്ച കിളവൻ പുറത്താക്കിയില്ലേ, നേരത്തെ എന്നെ പുറത്താക്കിയതുപോലെ. ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് നമ്മുടെ നല്ല സമയം കൊണ്ടല്ലേ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ അവന്തികയും പറയാം, ശരിയാച്ചാ, ഇനി MD കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാനും കുറച്ച് കലക്കങ്ങ് കലക്കും എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ആദർശ് വന്നിട്ട് നയനയോട് പറയാണ്, ഭയങ്കരമായിട്ട് കരയുക ആദർശിരുന്ന്. അപ്പം നയനെ കരഞ്ഞോട് തന്നെ ചെന്ന് ആശ്വസിപ്പിക്കുക. ആദർശേട്ടാ ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആദർശിൻ്റെ മുഖത്ത് മുത്തശ്ശൻ അടിച്ച പാടൊക്കെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് നയന. എന്നിട്ട് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുക. അപ്പോൾ ആദർശ് പറയുക, നയനെ എന്നാലും എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയാണ്. മുത്തശ്ശൻ തല്ലിയതിലൊന്നും എനിക്ക് വിഷമമില്ല, ഞാൻ ചെയ്ത കാര്യം തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റ് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. മുത്തശ്ശന് ഇതല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുപോലൊരു നാശത്തിലേക്കാണ് നമ്മുടെ ജ്വല്ലറി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണവന്മാരായിട്ട് ചെയ്തു വെച്ച ജ്വല്ലറിയാണ്. അതില്ലായ്മ ചെയ്യാൻ പോകുന്നത് കണ്ട മുത്തശ്ശന് സഹിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്തത്. അതിലൊന്നും എനിക്കൊരു വിഷമമില്ല എന്ന് പറയുക. അപ്പം നയനയും പറയാം, ശരിയാ, മുത്തശ്ശൻ്റെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. മൂർത്തീസ് ജ്വല്ലറിയിൽ ഈയിടെയായിട്ട് നടക്കുന്നതെല്ലാം വളരെ മോശമായ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ ഏതോ ശത്രു കിടന്ന് കളിക്കുന്നത് തന്നെ ആദർശേട്ടാന്ന് പറയാം. അപ്പോഴും ആദർശ് പറയാം, എന്നാലും എനിക്ക് സംഭവിച്ചത്, ഞാൻ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. എങ്ങനെ ആ ഡീല് നമ്മൾ നേടിയെടുക്കണം എന്ന് ഒറ്റ ഒരു ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് ആ കിടന്ന സമയത്തെ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എണീക്കാനും ഒരുപാട് വൈകിപ്പോയി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതൊരു ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. മുത്തശ്ശനെടുത്ത തീരുമാനം നല്ലത് തന്നെയാണ്.
അപ്പോഴേക്കും നയന പറയാണ്, ശരിയാ മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, പക്ഷേ ആ അവന്തികയെ MD സ്ഥാനത്തേക്ക് കയറ്റി ഇരുത്തണ്ടായിരുന്നു. മുത്തശ്ശനോ അല്ലെങ്കിൽ അച്ഛനോ ഇളയച്ചനോ അവരാരെങ്കിലും മതിയായിരുന്നു. അവന്തിക എനിക്കത്ര വിശ്വാസം പോരാ അവളുടെ കാര്യത്തിലെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാ, മുത്തശ്ശൻ അവളെ വിശ്വാസമല്ലേ, ഒന്നും കാണാതെ മുത്തശ്ശൻ ഒന്നും ചെയ്യില്ലെന്ന് പറയാണ്. അങ്ങനെ അവന്തിക MD കസേരയിൽ കയറി ഇരിക്കുമ്പോഴാണ് കേട്ടോ അടുത്ത ഒരു കോൺട്രാക്റ്റ് വരികയാണ്. അടുത്ത കോൺട്രാക്റ്റ് വരുന്നത് ഒരു വലിയൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. കുറേ ഒരു ആഭരണങ്ങൾ, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു വലിയ കോടീശ്വരൻ്റെ മകളുടെ വെഡ്ഡിങ്ങാണ്. അപ്പോൾ അതിനായിട്ട് അവർ കുറേയധികം ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുകയാണ് മൂർത്തീസ് ജ്വല്ലറിയിലേക്ക്. മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധമാണ്. കാരണം പാരമ്പര്യം പരിശുദ്ധി എല്ലാം നോക്കുമ്പം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന്, നയനാസ് കളക്ഷനിൽ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. കോടികളുടെ ഓർണമെൻറ്റ്സ് ആണ് അവിടെ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ആ ഒരു ഡീല് കിട്ടിക്കഴിയുമ്പം ഇത് ഡിസൈൻ ചെയ്യണമല്ലോ. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്തിക്ക് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ നമുക്ക് ആ ഡീല് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കണം, നയനയെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ നയനമോളോട് പറയാം, പക്ഷേ നയനമോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വയ്യാതെയൊക്കെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ബുദ്ധിമുട്ടാവുമായിരിക്കും എന്ന് പറയാണ്. അല്ല മുത്തശ്ശൻ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, ഇത്രയും വലിയൊരു ഡീലല്ലേ, അത് നയന ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയാണ്. ഞാൻ പറയാമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ നയനയെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നയനമോളെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനർ ഇപ്പോഴും നീ തന്നെയാണ്. ഇപ്പോൾ ഒരു വലിയ ഡീല് കിട്ടിയിട്ടുണ്ടെന്ന് അവന്തിക പറഞ്ഞു. ഒരു വലിയ വിവാഹത്തിൻ്റെ കുറേ സ്പെഷ്യൽ ഓർണമെൻറ്റ്സ്, ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരൻ്റെ മോളുടെ വിവാഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഓർണമെൻറ്റ്സ് എല്ലാം നമുക്കാണ് ഡിസൈൻ ചെയ്യാൻ തന്നിരിക്കുന്നത്. നയനാസ് കളക്ഷനിൽ നിന്ന് വേണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞതാണെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതിനെന്താ മുത്തശ്ശ, ഞാൻ ചെയ്യാമല്ലോ, നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ മോൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ, ഹെൽപ്പിനായിട്ട് കുറച്ച് പേരെ കൂടി നിർത്താമെന്ന് പറയണം. അപ്പം നയന പറയുന്നുണ്ട്, ഡിസൈനെല്ലാം ഞാൻ ചെയ്തോളാം, ഞാൻ നേതൃത്വം നൽകി ചെയ്തോളാം, കുറച്ച് പേരെ ഒരു ഹെൽപ്പിനായിട്ട് വിട്ടാൽ മതി എന്ന് പറയാം. അപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് ചെയ്ത് കിട്ടണം, ആ വിവാഹത്തിന് മുമ്പ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയാണേ. അപ്പം നയന പറയുന്നുണ്ട്, എല്ലാം ശരി എന്ന് പറഞ്ഞ് നയന ആ കാര്യം ഏറ്റെടുക്കുകയാണ്. രാവും പകലും ഇല്ലാതെ നയന ഡിസൈനൊക്കെ വരയ്ക്കുകയാണ്. വീട്ടിലിരുന്നു കൊണ്ടൊക്കെയാണ് നയന ചെയ്യുന്നത്. അപ്പോൾ ആദർശം കൂടിയുണ്ട്. ആദർശ് പറയാണ്, നീ ഈ സമയത്ത് ഇങ്ങനെ ഉറക്കം ഒഴിച്ചിരുന്ന് കഷ്ടപ്പെടൊന്നും വേണ്ട എന്ന് പറയുക, അത്രയൊക്കെ മതി എന്ന് പറയുമ്പം നയന പറയാണ്, ഇല്ല നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ്, ഇത്രയെങ്കിലുമൊക്കെ ലാഭം കിട്ടുന്നത് വളരെ നല്ല കാര്യമല്ലേ, ഞാനത് നന്നായിട്ട് ചെയ്തോളാം എന്ന് പറയണം. അങ്ങനെ നയന രാത്രിയിലൊക്കെ ഇരുന്ന് ഡിസൈൻ വരയ്ക്കുമ്പം ആദർശ് നയനയ്ക്ക് ചായ ഇട്ടൊക്കെ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഉറക്കം ഒഴിച്ചിരുന്ന് കേട്ടോ. അങ്ങനെ ആദർശ് നയനയും കൂടി അതെല്ലാം സെറ്റ് ചെയ്യുകയാണ്. ഓർണമെൻറ്റ്സ് എല്ലാം നിർമ്മിക്കാനായിട്ട് പണിക്കാരുടെ കയ്യിൽ കൊടുത്തിരിക്കുക. അതിനുമെല്ലാം നയന ജ്വല്ലറിയിൽ പോയി തന്നെ നേതൃത്വം ചെയ്യുന്നുണ്ട്. അതേസമയം അവന്തിക അവിടെ MD കസേരയിൽ അധികാരത്തോടു കൂടി ഇരുന്ന് നയനയെ കൂടി ഭരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സോപ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും നയനയ്ക്ക് എന്തോ ചെറിയൊരു മടുപ്പ് തോന്നുകയാണ് അവന്തികയുടെ കാര്യത്തിൽ. അവന്തിക എപ്പോഴും ഫോണിലാണ്. അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന റൂമിലേക്ക് കയറി ചെല്ലുന്നത്. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് എന്തോ ഒരു വെപ്രാളം പോലെയൊക്കെയാണ് അവന്തിക പെരുമാറുന്നത്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ അവന്തികയെ, ഞാൻ വന്നപ്പോൾ എന്തോ ഒരു വെപ്രാളം പോലെ, അല്ല എന്തെങ്കിലും വിശേഷപ്പെട്ട കോളാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം, ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നാണെന്ന് പറയണം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല, കാണിച്ചോളാനൊക്കെ പറയുന്നുണ്ടെങ്കിലും നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളെന്തോ തരികിടയാണെന്ന്. അങ്ങനെ ഈ ആഭരണങ്ങളെല്ലാം ആ വിവാഹത്തിന് മുൻപ് അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിക്കുകയാണ് അവന്തികയെ കാണിച്ചതിന് ശേഷം ലോക്കറി വെക്കുകയാണ് കേട്ടോ. ലോക്കറി വെക്കാനായിട്ട് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ലോക്കറി വെക്കാം, ലോക്കറിൻ്റെ കീ എൻ്റെ കയ്യിൽ തന്നെ വച്ചേക്കാമെന്ന് പറയാം. അപ്പം നയനോട് പറയുന്നുണ്ട്, ശരി നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. എന്നാൽ അതിൻ്റെ ഒരു സ്പെയർ കീ അവന്തികയുടെ കയ്യിലുണ്ട്. അവന്തിക കണ്ടിട്ടുണ്ട് ഇത് ലോക്കറി ഇരിക്കുന്നത്. അങ്ങനെ നയന ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാണ്. പിറ്റേ ദിവസം തന്നെ അത് പ്രസൻറ്റ് ചെയ്യാനുള്ളതാണ് അവർക്ക്. അങ്ങനെ മുത്തശ്ശനോട് ചെന്ന് നയന പറയുന്നുണ്ട്, മുത്തശ്ശ എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാ ഓർണമെൻറ്റ്സും ഞാൻ ചെക്ക് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് ലോക്കറി വെച്ച് പൂട്ടിയിട്ടുണ്ട്, കീ എൻ്റെ കയ്യിലും ഉണ്ട് എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, ഈ ഡീല് കൂടി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല മോളെ, നീ സൂക്ഷിക്കണം, നാളെ രാവിലെ തന്നെ നീ ചെല്ലണം എന്ന് പറയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ ചെന്ന് ലോക്കർ തുറന്നു നോക്കുമ്പോൾ സംഭവം ഒന്നുമില്ല, ആ ഓർണമെൻറ്റ്സ് ഒന്നും അവിടെ ഇല്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അവന്തിക തന്നെ അതെടുത്ത് മാറ്റി AM ജ്വല്ലറിയിലേക്ക് കൊടുക്കുകയാണ്.
അങ്ങനെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി അച്ഛനെ കാണിക്കുകയാണ് ഈ ഡിസൈനൊക്കെ. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, മോളെ നന്നായി മോളെ, ഏതായാലും ഈ ഡിസൈൻ നമ്മുടെ കയ്യിലിരിക്കട്ടെ, നമുക്കിത് മറിച്ച് അവർക്ക് കൊടുക്കാം. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ വിശ്വാസ്യത അങ്ങ് തകരണം. ആ കോടീശ്വരൻ്റെ മകളുടെ വിവാഹത്തിന് ഈ ആഭരണങ്ങളൊന്നും അവരിടരുത്, അഥവാ ഇടണമെങ്കിൽ ജ്വല്ലറിയിൽ നിന്നിടണം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. എന്നാൽ ലോക്കർ തുറക്കുമ്പം ആഭരണങ്ങളില്ലാത്തത് കൊണ്ട് നയന ഞെട്ടിപ്പോവാണ്. മുത്തശ്ശനും അപ്പോൾ അവിടെ എത്തും. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നയന ഇതെന്താ സംഭവിച്ചത്? ലോക്കറിൻ്റെ കീ നിൻ്റെ കയ്യിലല്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ നയന പറയുന്നുണ്ട്, എനിക്കറിയില്ല മുത്തശ്ശൻ, ഞാൻ ഇവിടെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് പോയതാ, അവന്തികയും കണ്ടതാന്ന് പറയാണ്. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, ശരിയാ ഞാൻ കണ്ടതാ, പക്ഷേ ലോക്കറിൻ്റെ കീ നയനയുടെ കയ്യിലല്ലായിരുന്നോ? നയനേച്ചിയല്ലേ അത് കൊണ്ടുപോയതെന്ന് ചോദിക്കുകയാണ്. നയന പറയുന്നുണ്ട്, ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് കീ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയാം, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചെന്നാ? ഇതുകൊണ്ട് നമ്മുടെ ജ്വല്ലറിക്കുണ്ടായ നഷ്ടം എത്രയാണെന്ന് നയനേച്ചിക്ക് അറിയാൻ പറ്റുമോ? ആദർശേട്ടനെ നയനേച്ചി അറിയാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് മുത്തശ്ശ, ഇതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ആദർശിൻ്റെയും നയനയുടെയും ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നയനയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പം നയന അങ്ങ് പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, മുത്തശ്ശ ഏതായാലും ഇതെന്താ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയും ആദർശും ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും അവന്തികയുടെ കള്ളത്തരം കൈയോടെ പൊക്കി മുത്തശ്ശൻ്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന എപ്പിസോഡുകൾ വരാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്